സ്തുതിയായിരിക്കട്ടെ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനോ മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് ശാന്തിയുമേ. പ്രിയമുള്ളവരെ, ഉണ്ണീശോയുടെ ജന്മ തിരുനാളിനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന നിങ്ങൾക്കേവർക്കും എന്റെ ക്രിസ്മസ് മംഗളാശംസകൾ. 1000 പുൽക്കൂടുകളിൽ ഉണ്ണി പിറന്നാലും നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ണി പിറന്നില്ല എങ്കിൽ ഈ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് എന്തു മേന്മയാണുള്ളത്? എളിമയുടെയും ലാളിത്യത്തിന്റെയും ജീവിതം നമുക്ക് കാണിച്ചു തരുവാൻ വേണ്ടിയാണ് ദൈവപുത്രനായ ഈശോ മനുഷ്യപുത്രനായി കാലിത്തൊഴുത്തിൽ ഭുജാതനായത്. ആയതിനാൽ അവിടുത്തെ തിരുപ്പിറവി നമ്മുടെ രക്ഷയ്ക്കും നിത്യജീവനും സമർത്ഥമായി ലഭിക്കുന്നതിന് വേണ്ടിയാണെന്നുള്ള വിശ്വാസത്താൽ നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് ഒരുക്കാം. വിനീതരായ ആട്ടിടയന്മാരും കാഴ്ച വസ്തുക്കളുമായി ഉണ്ണിയെ കണ്ടു വണങ്ങുന്നതിനായി എത്തിയ ആ രാജാക്കന്മാരും കിഴക്കുതിച്ച നക്ഷത്രത്തെ പിൻചെന്നതുപോലെ നമ്മുടെ ജീവിതമാകുന്ന യാത്രയിൽ, നമ്മുടെ ഹൃദയമാകുന്ന പുൽക്കൂട്ടിൽ നമുക്കും ആ ദിവ്യ ഉണ്ണിയെ കണ്ടു വണങ്ങാം. നമുക്കും ആ ഉണ്ണിയെ കുമ്പിട്ട് ആരാധിക്കാം.